കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി പിടിയിൽ. പുലർച്ചെ 1:15 ജയിൽ ചാടിയ ഇയാളെ 10 മണിക്കൂറിന് ശേഷമാണ് തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന് പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഗോവിന്ദച്ചാമിയെ പിടികൂടാനായത്. അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിന്റെ ഗ്രിൽ അറുത്തുമാറ്റിയ ശേഷം 7.5 മീറ്റർ ഉയരമുള്ള മതിൽ തുണികെട്ടിയായിരുന്നു ജയിൽ ചാട്ടം. പിടികൂടിയ ഗോവിന്ദച്ചാമിയെ വൈദ്യപരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് അല്പം മുമ്പ് കോടതിയിലേക്ക് കൊണ്ടുപോയി. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാൻ. സലാം, ഗോവിന്ദച്ചാമിയെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ടോ? അല്പസമയത്തിനുള്ളിൽ കോടതിയിലെത്തും. ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഇയാളെ കൊണ്ടുള്ള വാഹനം, പോലീസ് ഉദ്യോഗസ്ഥരടക്കുന്ന വാഹനം ഇപ്പോൾ കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. ഏതായാലും ഇപ്പോൾ ഈ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കേസിൽ, അതായത് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ തുടർ നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിലേക്ക് കൊണ്ടുപോയി ഇനി ഒരുപക്ഷെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റുകയായിരിക്കും ഉണ്ടാകുക അടുത്ത നടപടി എന്ന് പറയുന്നത്. ഏതായാലും ഇയാൾക്ക് നേരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം നേരത്തെ ഉണ്ടായി. ജില്ലാ ആശുപത്രി എത്തിച്ച സമയത്താണ് ഇയാൾക്ക് നേരെ നാട്ടുകാർ പാഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ വലിയ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായത് കൊണ്ട് തന്നെ ഇയാൾക്ക് ദേഹോപദ്രവം ഒന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു. അങ്ങനെ പോലീസ് വളഞ്ഞുകൊണ്ടാണ് ഇയാളെ ഈ ജീപ്പിനുള്ളിലേക്ക് കയറ്റിയത്. നേരത്തെയും ഈ ജില്ലാ പോലീസ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള പോലീസ് ട്രെയിനിങ് സെന്ററിൽ നിന്നും ഇയാളെ ജീപ്പിൽ കയറ്റുന്ന സമയത്ത് ഒരു ദേഹാസ്വസ്ഥ്യം കാണിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ താങ്ങിയെടുത്തുകൊണ്ടാണ് ഇയാളെ ജീപ്പിലേക്ക് കയറ്റിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത്. ഇനി ഒരു പക്ഷേ ഈ നടപടികളൊക്കെ തന്നെ പൂർത്തിയായതിനു ശേഷം ഒരുപക്ഷെ റിമാൻഡ് ആയിരിക്കാം. റിമാൻഡിന് ഈ നടപടികൾ പൂർത്തിയായതിനു ശേഷം സെൻട്രൽ ജയിലിലേക്ക്, കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റാനാണ് ഒരു സാധ്യത കാണുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്, അതായത് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ തുടർ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് 6:45-നും 6:15-നും ഇടയിലുള്ള 6:15-നും ഇടയിലുള്ള ഒരു സമയത്താണ് ജയിൽ ചാട്ടം ഉണ്ടായിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം 6:30 കൂടിയാണ് പോലീസിന് ജയിൽ ചാടി എന്നുള്ള വിവരം ലഭിക്കുന്നത്. അപ്പോൾ തന്നെ പോലീസ് കൃത്യമായി വിവരം മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും പങ്കുവച്ചു. ഇങ്ങനെ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഈ ക്രിമിനൽ ജയിൽ ചാടിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇയാളുടെ ഫോട്ടോ തന്നെ പുറത്തുവിട്ടുകൊണ്ട് ഒരു വിവരം ലഭിക്കുകയാണെങ്കിൽ പോലീസിനെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം അങ്ങനെ പബ്ലിക്കിനോട് അറിയിച്ചു. അതിനുശേഷം 3 ദൃക്സാക്ഷികൾ നൽകിയ വിവരത്തെ തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് തളാപ്പിലുള്ള ഒരു ഒഴിഞ്ഞ വീടിന്റെ ഒരു കിണറ്റിനുള്ളിൽ നിന്നും ഇയാളെ കണ്ടെത്തുന്നത്. 3 ദൃക്സാക്ഷികൾ നൽകിയ മൊഴികളാണ് ഇക്കാര്യത്തിൽ പോലീസിനെ കണ്ടെത്താൻ സഹായകരമായത്. ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ കണ്ടെത്തിയത്. കണ്ടെത്തുന്ന സമയത്ത് തന്നെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായ ഒരു ക്രിമിനൽ, അതായത് കേരളം മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാളാണ്. ആ രീതിയിൽ സ്വാഭാവിക പ്രതികരണം എന്ന നിലക്ക് നാട്ടുകാരുടെ ഭാഗത്തും പ്രതിഷേധമുണ്ടായി. ഇയാൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സ്ഥിതി ആ സ്ഥലത്തും അതുപോലെ വൈദ്യപരിശോധന നടത്തിയ കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് മുമ്പിലും ഉണ്ടായി. നാട്ടുകാരൊക്കെ തന്നെ പാഞ്ഞെടുത്തുകൊണ്ട് ഇയാൾക്ക് ആക്രോശിച്ചുകൊണ്ട് ഒരു ദേഹോപദ്രവം ഏൽപ്പിക്കണോ അല്ലെങ്കിൽ അങ്ങനെ ഏൽക്കുമോ എന്നൊരു സുരക്ഷാ വീഴ്ച ഇനിയും സംഭവിക്കുമോ എന്നൊരു പേടി പോലീസിനുണ്ടായിരുന്നു. അങ്ങനെ